എനിക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ ഭയങ്കര വിശപ്പാട്ടോ. എന്താണെന്നറിയില്ല. വെറുതെ ഇരിക്കുകയല്ലേ, വെറുതെ ഇരിക്കുന്ന സമയത്താണല്ലോ നമുക്കിങ്ങനെ പല തോന്നലുകളും ഉണ്ടാവുന്നത്. അപ്പോൾ ആ തോന്നലിൻ്റെ പുറത്ത് ഞാനും ചേച്ചിയും കൂടിയിട്ട് രാത്രി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുക. അപ്പം നമ്മൾ പൊറോട്ടയും ബീഫാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പൊറോട്ടയും ബീഫൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുട്ടികളതിനൊന്നും കൊടുത്തിട്ടില്ല, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. പിന്നെ അവരെ കൊടുന്നാലും അവർക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. പൂജവെപ്പിൻ്റെ സമയത്ത് നമ്മൾ അവിടെ നോലുമ്പെടുക്കും, നോലുമ്പെടുത്തിട്ടാണ് ഇങ്ങനെ പുസ്തകമൊക്കെ പൂജയ്ക്ക് വെക്കാറ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇറച്ചി മീനൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ അവരേനൊന്നും കൊടുന്നില്ല, ഞങ്ങൾ മാത്രം വന്നു. പിന്നെ അവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വരുന്നതെന്ന്. നമ്മൾ മരുന്ന് വാങ്ങാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വന്നത്. ബീഫും പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി കഴിച്ചിട്ടുണ്ട്. എൻ്റെ വയറൊക്കെ നല്ല ശരിക്കും നിറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫൊക്കെ കഴിച്ചിട്ട്. അതിൻ്റെ ശേഷം ഞാനൊരു കോഫി വാങ്ങി. പക്ഷേ കോഫി ഒട്ടും കൊള്ളില്ലായിരുന്നു. കോഫിക്ക് കോഫിയുടേതായ ടേസ്റ്റൊന്നുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കുടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. പോകുന്ന വഴിക്ക് ഇതാ കുട്ടികൾക്ക് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം വാങ്ങുമ്പോൾ സിയ ബേബീനെ മറന്നുപോയി. സിയ ബേബിക്ക് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോൾ സിയ ബേബിക്ക് തെച്ചുണ്ടായിരുന്നു കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവൾക്കത് പറ്റില്ല, ഫുള്ളായിട്ട് കയ്യിൽ കിട്ടണം, അതിനു വേണ്ടി വാശി പിടിക്കുകയാണ്. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും എന്താ കുട്ടികൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആര്യൻ്റെ വക ഒരു ഗ്രീറ്റിംഗ് കാർഡ് അവനും തെച്ചു ചേച്ചിയും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത്. ഞാനിങ്ങനെ കണ്ടിരുന്നു അവർ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യണത്, പക്ഷേ എന്താണെന്ന് ഞാൻ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതാ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഒരു ഗിഫ്റ്റൊക്കെ എനിക്ക് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ കൊണ്ടിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതെന്താ ഇപ്പം എത്രയാണ് പൈസ? നീ ശപിക്കരുതിട്ടാ വെച്ചോ. ഞങ്ങൾ പുറത്ത് പോയത് ഫുഡ് കഴിക്കാനാണെന്ന് കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടോ. അപ്പോൾ അതേ ഒരാൾ തെറ്റിയിട്ട് ഞങ്ങളിരുന്ന് ശപിക്കണമൊക്കെ ഉണ്ട്. അവളെ തന്നെ ഒന്നും കൊണ്ടുപോയില്ലല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിഷമം തീർക്കുകയാണ് ഞങ്ങളെ ശപിച്ചിട്ട്. അപ്പോൾ ശാപം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടിക്ക്. പിറ്റേ ദിവസം രാവിലെ ഞാനും തെച്ചും കൂടിയിട്ട് എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വരുമ്പോൾ ഞാൻ തെച്ചുവിനെയും കൂടെ കൂട്ടി. പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഓരോ ഫലൂദയൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ. ഫലൂദയൊക്കെ കിട്ടിയപ്പോൾ ആൾ നല്ല ഹാപ്പിയായി.